കോഴിക്കോട് കണ്ണാടിക്കൽ പാറോപ്പടി റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് കേട്ടോ. പ്രദേശത്ത് നിരവധി വീടുകളും വെള്ളത്തിലാണ്. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത്. എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ? ഈ കണ്ണാടിക്കൽ പാറോപ്പടി റോഡ് മൊത്തം വെള്ളത്തിലാണെന്ന് തോന്നുന്നു. രാവിലെ വീണ്ടും മഴ തുടങ്ങിയോ കോഴിക്കോട്? അരുൺ, ഗുഡ് മോർണിംഗ്. മഴയ്ക്ക് അല്പം ഒരു ശമനം ഉണ്ടായിരുന്നു. നേരിയ രീതിയിൽ വെയിലൊക്കെ വന്നതാണ്. പക്ഷേ ഇതാ ഇപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ശക്തമായ മഴയില്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷെ അപ്പോഴും വെള്ളക്കെട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണാടിക്കലാണ് ഞാനുള്ളത്. ഇവിടെയൊക്കെ ഇതാ റോഡൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരാശ്വാസമാണ്. വീട്ടിൽ നിന്നൊക്കെ മാറി താമസിച്ചവരൊക്കെ ഇപ്പോൾ തിരികെ വീടുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. ചേട്ടാ, മഴയൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറവുണ്ട്. ഇവിടെയാണോ വീട്? ഇവിടെ ബേക്കിലാണ്. ഇവിടുന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഇവിടെ മാറി താമസിക്കായിരുന്നു. ഇപ്പൊ തിരിച്ചു വരികയാണോ? വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയോ? വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ വെള്ളം? അതെ, വർഷങ്ങളോളം എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും. ഇത്തവണ കുറച്ച് അധികം അല്ല, അധികം അല്ലാത്ത പോലില്ല, എന്നാലും ആവറേജ് അധികമാണ്. അരുൺ, അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഇതാ നമുക്കറിയാം, പൂനൂർ പുഴയിൽ വെള്ളം കയറുമ്പോഴാണ് ഇങ്ങനെ ഈ കണ്ണാടിക്കൽ, കക്കോടി പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറാറുള്ളത്. അവിടെ പല വീടുകളിലും വെള്ളം കയറും. അങ്ങനെ വീടിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ഒപ്പം ബന്ധു വീടുകളിലേക്കൊക്കെ മാറുന്നു. ഇവിടെ ഇതാ ഇപ്പോൾ കുറച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട്. ഭയ്യ, ജോലിയുണ്ടോ? ജോലിയില്ല, വെള്ളം കെട്ടിപ്പോയി. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ വെള്ളത്തിന് എത്ര വെള്ളം ഇന്നലെ ലാസ്റ്റ് വെള്ളം കുറഞ്ഞിട്ടുള്ളൂ. ഇതിന് കണ്ട് ഇന്നലെ എത്ര വെള്ളം, 1.5 അടിയോ 2 അടി ആ തല വരെ വെള്ളം എത്തി. അപ്പൊ വെള്ളം ഇല്ലാതെ കുറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ശക്തമായ മഴയാണ്. ശക്തമായ മഴയാണ്. ഇപ്പൊ വെള്ളം മഴ ഇന്ന് കറണ്ടില്ല. ഇവിടെ 3 ദിവസമായിട്ട് കറണ്ടില്ല. പുറത്തിറങ്ങാൻ പറ്റില്ല. ശരിയായിട്ട് ഭക്ഷണം പോകാൻ പറ്റില്ല. ഭക്ഷണത്തിനൊന്നും വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല. കടയൊക്കെ അടച്ചെടുക്കുക. എല്ലാ കട അടച്ചുപോയി. വെള്ളം കെരി പോയില്ലേ. അങ്ങനെ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇവിടെ ബേക്കറിയിൽ മാത്രം കുറച്ച് കിട്ടുന്നുണ്ട്. ബേക്കറിയിൽ അത് എടുത്തിട്ട് നമ്മളെ കഴിക്കരുത്. ഇവിടെയാണോ താമസം? ഇത് മേലെ നമ്മളെ താമസം. കുറെ ദിവസമായ ജോലി? കുറെ ദിവസമായി ജോലി ഇല്ലാത്ത. ബുദ്ധിമുട്ട്. വലിയ പ്രശ്നം. ഹിന്ദി വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമാണ്. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല. അതാണ് എല്ലാവരും ജോലിയില്ലാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. ഫുള്ള് ആളെ പുറത്തന്നെ ഇരിക്കുക. ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. നേരത്തെയൊക്കെ മുഴുവൻ വെള്ളമായിരുന്നു. ഇപ്പൊ ഒന്ന് കുറഞ്ഞു. ലാസ്റ്റ് വെള്ളം കുറഞ്ഞല്ലോ. അതാ ഇന്നലെ 6 വരെ വെള്ളം എത്തിക്കണ്. അവിടെ വരെ വെള്ളമാണ് ഇന്നാളെ. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അരുൺ, ഇങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത്. ഇവർ കുറച്ച് ദിവസമായി ജോലിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കറണ്ട് ഇല്ല അല്ലേ? കറണ്ടില്ല. മൊബൈലൊക്കെ എങ്ങനെ ചാർജ്? സ്വിച്ച് ഓഫ് ആയി. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. എവിടുന്ന ചേട്ടൻ? എവിടുന്ന? നാട് എവിടെയാ? കൊൽക്കത്ത, ബംഗാളാണ്. ബംഗാള്. കുറച്ച് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കുറച്ച് തൊഴിലാളികളാണ്. അവരിതാ ഇപ്പോൾ കുറച്ചധികം ദിവസമായി അവർക്ക് ഇങ്ങനെ ഫോണിൽ ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല. ഭക്ഷണം ലഭിക്കുന്നില്ല. ഒരു ബേക്കറിയിൽ നിന്ന് മാത്രം അല്പം ഭക്ഷണം ലഭിക്കുന്നു, അത് കഴിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അരുൺകുമാർ കാണാം, ഇവിടെയൊക്കെ റോഡിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ പൂനൂർ പുഴയിൽ വെള്ളം കയറുമ്പോഴാണ് ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലാകുന്നത്. കക്കയം ഡാം തുറക്കുമ്പോൾ സ്വാഭാവികമായും പൂനൂർ പുഴയിലൊക്കെ വെള്ളം കയറും. അങ്ങനെയാണ് ഇവിടെയൊക്കെ പ്രശ്നം വരുന്നത്. കഴിഞ്ഞൊരു 10 വർഷത്തോളമായി ഈ പൂനൂർ പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നില്ല. അതിനാൽ തന്നെ എപ്പോഴും വെള്ളം ഇങ്ങനെ കയറുന്നു എന്നുള്ളതാണ്. ചേച്ചി മുഴുവൻ വെള്ളമാണ്. അങ്ങോട്ട് വീട്ടിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇതാ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. മാറി താമസിക്കേണ്ടി ഒന്നും വന്നില്ല. ഇല്ല. പക്ഷെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ വെള്ളം കയറിയുന്നു. ഉണ്ട് എല്ലാ വീട്ടിലും. ഇവിടുന്ന് അങ്ങോട്ടാണ് കൂടുതൽ പ്രശ്നങ്ങള്. ഭാഗത്തെ വയലിലേക്ക് വെള്ളം താഴ്ന്നു വരുന്നില്ല. കുറച്ച് താഴ്ന്നു. പക്ഷെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എത്രയോ പതുക്കിയാണ് കുറയുന്നത്. അരുൺ, അങ്ങനെ തന്നെയാണ്. ഇതാ ഇപ്പോൾ മഴ ഇന്നലെയും അല്പമൊന്നും മാറി നിന്നിരുന്നു. പക്ഷെ എന്നിട്ടും വെള്ളം പൂർണ്ണമായും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അല്പം കൂടി ആശങ്കയുണ്ടാകും. പക്ഷേ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അഭിജിത്താണ് കണ്ണാടിക്കൽ കോഴിക്കോട് നിന്നും തത്സമയം വിവരങ്ങൾ നൽകുന്നത്. മഴ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അല്പം ആശ്വാസമാണ്. പക്ഷേ കണ്ണാടിക്കലിൽ കോഴിക്കോട് വീണ്ടും മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആശങ്ക വേണ്ട സാഹചര്യമില്ല. എന്നാൽ ചില ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. നമ്മുടെ ക്യാമ്പുകളൊക്കെ വൃത്തിയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങു നിന്നും എവിടെ നിന്നും ഒരു അപശബ്ദമോ വിമർശനമോ രാവിലെ ഉയർന്നിട്ടില്ല. അതുകൂടി പ്രേക്ഷകരോട് പറയാം.